വത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അതുകൊണ്ട് റമളാൻ മാസം വരുമ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരേണ്ടത് അല്ലാഹുവിലേക്ക് പോയ സാബിഖൂൻ എന്ന മഹാന്മാർ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ റമളാൻ എങ്ങനെയായിരുന്നു, അവരുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു, അതാണ് എനിക്ക് റമളാനിൽ പകർത്തേണ്ടത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ റമളാൻ എങ്ങനെ? ഈ റമളാനിൽ എനിക്ക് അതുപോലെയാണ് വരവേൽക്കേണ്ടത്. ഇപ്പോഴേ റമളാനിലേത് നോമ്പ് തുറക്കാൻ ഏത് വിഭവം ഉണ്ടാക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് പടച്ചോനെ ഈ പകല് പട്ടിണിയുള്ള 30 ദിവസം കഴിഞ്ഞുകൂടുക എന്നുള്ള ടെൻഷനല്ല വേണ്ടത്. എങ്ങനെയാണ് പടച്ചോനെ ഈ മാസം ഒന്ന് കഴിഞ്ഞു പോവുക എന്ന നെഗറ്റീവ് ചിന്തയല്ല വേണ്ടത്. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ എങ്ങനെ എല്ലാമായ എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റമളാൻ എങ്ങനെ? റമളാനു യുവാഫീനാ ഹുബ്ബൻ യഫ്തഹു ഫീഹാ ഖൽബൻ ഖൽബാ യസ്കുബു ഫീഹാ തഖ്വാ സക്ബാ ഫഹയാത്തുർ റൂഹി ബിതഖ്വാഹാ. പരിശുദ്ധമായ റമളാൻ ഹൃദയം കൊണ്ട് വരവേൽക്കേണ്ട മാസമാണ്. അത് അനുരാഗം കൊണ്ട് ഏറ്റെടുക്കേണ്ട മാസമാണ്. കം നൻശുറു ഫീഹിൽ ഇഹ്സാന കം നത്ലു ഫീഹിൽ ഖുർആന കം നദ്ഉ ഫീഹിർ റഹ്മാന ലിയുബാരിക ലിന്നഫ്സി ഹുദാഹാ. അല്ലാഹുവിലേക്ക് ചേരാൻ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവിലേക്ക് ചേരാൻ എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്? എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ഈ മാസം വിനിയോഗിക്കേണ്ടത്? അതിലേക്ക് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആനിന്റെ വാർഷികമാണ്. ഖുർആൻ പാരായണം ഏറ്റവും കൂടുതലായി നിർവഹിക്കേണ്ട മാസമാണ് റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലാണല്ലോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ ഹബീബിന്റെ അടുക്കലേക്ക് റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുക്കുന്നു. ഹബീബ് ഖുർആൻ ഓതുന്നു. ഹബീബ് സ്വഹാബത്തിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നു. ഹബീബിനത് ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇത് ഖുർആനിന്റെ മാസമായി മാറണം. ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതേണ്ട മാസമാണ് റമളാൻ. അത് ഖുർആനിന്റെ മാസമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാനാണ്. മദീനയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാൻ. മദീന വിട്ടിട്ട് ലോകത്ത് എവിടേക്കും പോവില്ല, ഹജ്ജിന് വേണ്ടി അല്ലാതെ വേറെ എവിടേക്കും പോവില്ല. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ലോകം സഞ്ചരിക്കാത്ത ഇമാം മാലിക് ഇമാം തങ്ങളെ. അതേസമയത്ത് ഇമാം ശാഫിഈ തങ്ങൾ ഫിലസ്തീനിൽ നിന്ന് യാത്ര തുടങ്ങി മക്കയിൽ വന്നു, മദീനയിൽ പോയി, ഈജിപ്തിൽ പോയി, ബഗ്ദാദിൽ പോയി, പിന്നെ ഈജിപ്തിൽ പോയി, പിന്നെ മക്കയിൽ വന്നു, പിന്നെ മഹാനവറുകൾ ബഗ്ദാദിലേക്ക് പോയി, പിന്നെ മഹാനവറുകൾ ഇടക്കാലത്ത് യമനിൽ ഗവർണറായി, പിന്നെ മക്കയിൽ വന്നു, പിന്നെ ഈജിപ്തിൽ പോയി വഫാത്തായി. ഇമാം ശാഫിഈ റളിയല്ലാഹു അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തു. എല്ലാ ഇമാമികളും യാത്ര ചെയ്തു. പക്ഷേ മാലിക് ഇമാം തങ്ങൾ യാത്ര ചെയ്തില്ല. കാരണം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിലാണ്. ഇവിടുന്ന് മക്കയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കുമല്ലാതെ വേറെ ഒരു ദേശാടനം ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല,
അന്നുള്ള എല്ലാ ഇമാമീങ്ങളും മദീനയിൽ വരും. അതുകൊണ്ട് ഇമാമീങ്ങളെ തേടി കറങ്ങാൻ പോകേണ്ടതുമില്ല. ശാഫി ഇമാം തങ്ങൾക്ക് വേണമെങ്കിൽ അതാ മദീനയിലേക്ക് വരേണ്ടി വന്നു മാലിക് ഇമാമിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ. അതേ സമയത്ത് അബൂ ഹനീഫ തങ്ങളെന്ന ഉസ്താദിനെ കിട്ടാൻ മാലിക് ഇമാം തങ്ങൾക്ക് കൂഫയിലേക്ക് പോകേണ്ടി വന്നില്ല. അബൂ ഹനീഫ തങ്ങളെന്ന ഉസ്താദ് മദീനയിലേക്ക് എത്തി. എല്ലാ ഇമാമിങ്ങളുടെയും കേന്ദ്രമാണ് മദീന. അൽ ഈമാനു യഗ്രിദു ഇലൽ മദീന കമാ തഗ്രിദുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അതാ മദീനയിലേക്ക് വരുന്നു ലോകത്തുള്ള എല്ലാ മഹാന്മാരും. അതുകൊണ്ട് ലോകം തേടിയിട്ട് മദീനത്തൊന്ന് പോകേണ്ടതില്ല. ഇക്കാരണങ്ങളാൽ മാലിക് ഇമാം തങ്ങൾ മദീന വിട്ടുപോയിട്ടില്ല. സറാപ്പാ ചമൻ ഹേ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. ആ മദീനയുടെ നായകനായ ഇമാമു ദാരിൽ ഹിജ്റ ഇമാമുൽ മദീന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ലാ യുഫ്തി വലാ യുദർരിസു ഫീ റമളാൻ. റമളാനിൽ ഫത്വ കൊടുക്കാറില്ല, റമളാനിൽ ദർസ് നടത്താറില്ല. വയഖൂലു ഹാദാ ശഹറുൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ കൊണ്ട് ജോലിയായ മഹാനാണ് ഇമാമുൽ മദീന വഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മക്കത്തുള്ള മഹാന്മാരായ സ്വഹാബികൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ 4 റക്അത്ത് വീതം നിസ്കാരം കഴിഞ്ഞാൽ പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നു. അതാണ് തർവിഹത്ത് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നാണ്. ഇടയ്ക്ക് റെസ്റ്റുകൾ ഉള്ള നിസ്കാരം എന്നാണ് തറാവീഹ് നിസ്കാരം എന്നത്. അപ്പോൾ ഇടയ്ക്ക് കൂടുതൽ റെസ്റ്റ് കിട്ടണമെങ്കിൽ അഥവാ തറാവീഹ് എന്ന ബഹുവചനം പ്രയോഗമാകണമെങ്കിൽ തന്നെ മിനിമം 3 റെസ്റ്റ് ഉണ്ടാകണം. 4 കഴിഞ്ഞാൽ ഒരു റെസ്റ്റ്, 8 കഴിഞ്ഞാൽ ഒരു റെസ്റ്റ്, 12 കഴിഞ്ഞാൽ ഒരു റെസ്റ്റ്, 16 കഴിഞ്ഞാൽ ഒരു റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് 20 കഴിഞ്ഞാൽ ഒരു നിസ്കാരം. അപ്പോൾ ഇടയിൽ 3 ഇടവേളയെങ്കിലും ഉണ്ടെങ്കിലേ തറാവീഹ് എന്ന പദം തന്നെ പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ 12 റക്അത്ത് നിസ്കാരമെങ്കിലും മിനിമം ഉണ്ടാകണം. പക്ഷേ സ്വഹാബത്ത് നിസ്കരിച്ചതോ 20 റക്അത്ത്. ഇന്നും മക്കത്ത് 20 റക്അത്ത്, മദീനയിൽ 20 റക്അത്ത്. എന്നാൽ മക്കക്കാരായ സ്വഹാബികൾ 4 റക്അത്ത് വീതം കഴിഞ്ഞിട്ട് തവാഫ് ചെയ്തു. അവരുടെ റസ്റ്റും ഇബാദത്തു തന്നെ. അപ്പം മദീനയിലുള്ള മാലികി ഇമാം തങ്ങളുടെ ശിഷ്യന്മാർ, മാലികി മദ്ഹബിലെ മഹാന്മാർ, അവർക്ക് തവാഫ് ചെയ്യാൻ കഅബയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ സമയത്ത് റെസ്റ്റിന് വേണ്ടി ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അവർ റെസ്റ്റിന് വേണ്ടി സുന്നത്ത് നിസ്കാരം. അപ്പോൾ 36 റക്അത്ത് നിസ്കാരമായി അവരുടെ നിസ്കാരം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാമുൽ സുയൂത്തി അൽ ഹാവിൽ ഫതാവയിൽ. അത് മാത്രമല്ല, താരീഖുൽ മദീനത്തിൽ മുനവ്വറ, മദീന മുനവ്വറയുടെ ചരിത്രം തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിൽ എന്നൊരു കിതാബ് ഉണ്ട്. ആ കിതാബിൽ പറയുന്നുണ്ട്, ഈ മാലികി ഇമാം തങ്ങളുടെ മഹാന്മാരായ ശിഷ്യന്മാർ അവരുടെ റെസ്റ്റും ഇബാദത്തു തന്നെ. ഏതായാലും സ്വഹാബികൾ മുഴുവനും 20ലേറെ തറാവീഹ് നിസ്കരിച്ചു എന്ന് ഈ ഒരു മാനദണ്ഡത്തിലൂടെ പറയുകയല്ലാതെ അതിൽ കുറഞ്ഞ ഒരു തറാവീഹ് മക്കയിലുമില്ല, മദീനയിലുമില്ല, ഇന്നുമില്ല, മസ്ജിദുൽ അഖ്സയിലുമില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളികളാണല്ലോ. ഈ 3 പള്ളികളിലും കഴിഞ്ഞ വർഷം വരെ റമളാനിൽ 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും, പിന്നീട് അതാ ഖിയാമുൽ ലൈൽ എന്ന പേരിൽ രാത്രിയിൽ തഹജ്ജുദിന്റെ സമയത്തുള്ള നിസ്കാരവും എന്നല്ലാതെ അതിൽ കുറഞ്ഞ ഒരു നിസ്കാരമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മാലികി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദാ ശഹറുൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ മാസമാണ്.
വകാനൽ ഇമാമുൽ അഹ്മദ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആരാണ്? നാലാമത്തെ മദ്ഹബിന്റെ ഇമാമാണ്. ശാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. ഇമാം സുന്നയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ സമകാലികരായ പല ആളുകളും അതാ മഹാന്മാരെ സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ അബൂ അബ്ദില്ല അഹ്മദ് ബിൻ ഹംബലിനെ കണ്ടിട്ടുണ്ടോ? മരണപ്പെട്ടുപോയ മഹാന്മാരെ സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ അബൂ അബ്ദില്ല അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ കണ്ടോ? അപ്പോൾ പറഞ്ഞു, വഹുവ ഫീ ബാബിൽ ജന്ന യസ്മഉ ലി അഹ്ലി സുന്നah. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് ഇമാം സുന്നയായ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളതാ ജനങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് പറയപ്പെട്ട മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി. മഹാനവറുകളും പറയുന്നു, ഹാദാ ശഹറുൽ ഖുർആൻ, ഇത് ഖുർആൻ ഓതേണ്ട മാസമാണ്. നിങ്ങൾ വേറെ ജോലികൾക്ക് വേണ്ടി മാത്രം സമയം കാണേണ്ടതല്ല. സലഫുസ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ മരണഘട്ടത്തിലാണ്. കൂടെയുള്ളവര് മക്കളങ്ങ് നിലവിളിക്കുന്നു. ആ സമയത്ത് ചോദിക്കുന്നു, മക്കളെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ ഈ പള്ളിയിലെ തൂണുകളുടെ ഓരോ തൂണിന്റെയും എടുക്കൽ വെച്ച് റമദാൻ മാസമായാൽ ഖുർആൻ ഖത്തമാക്കാറുണ്ട് 10 മർറാത്ത്. മക്കളെ നിങ്ങൾ എന്തിന് നിലവിളിക്കണം, കരയണം? ഈ പള്ളിയിലെ ഓരോ തൂണിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഞാൻ 10 ഖത്തം വീതം റമദാനിൽ തീർക്കാറുണ്ട്. ആ പള്ളിക്ക് എത്ര തൂണുണ്ട്? 4 തൂണാണ്. അപ്പൊ റമദാനിൽ 40 ഖത്തം ഞാൻ തീർക്കാറുണ്ട്. നിങ്ങൾ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന് സലഫുസ് സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാൻ അതാ ലോകത്തോട് വിട പറയാൻ നേരം മക്കള് കരയുമ്പോ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, പ്രിയപ്പെട്ട അനുജന്മാരെ, എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, റമദാൻ മാസമായാൽ ഖുർആനുമായി അഭേദ്യമായൊരു ബന്ധമുണ്ടാകണം. ആ ഖുർആനുമായി ബന്ധമുണ്ടായാൽ ആ അല്ലാഹുവിന്റെ കലാമുമായി അങ്ങ് ചേർന്ന് ജീവിച്ചാൽ അതുപോലെ ഒരു പദവി വേറെ ഇല്ല. ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയമേതാണ്? ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീലാ. ഏറ്റവും നല്ല സമയമാണ് രാത്രിയിലുള്ള ആരാധന. ആരാധനയ്ക്ക് കൂടുതൽ ഏകാഗ്രതയുണ്ട്, കൂടുതൽ നിലപാടുള്ളതാണ്, പ്രാധാന്യമുള്ളതാണെന്ന് ഖുർആൻ. അതല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. രാവിനേക്കാൾ പകലിനേക്കാൾ നല്ലത് രാവാണ് നബിയേ. ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്നവർക്ക് കൂലിയാണ്. സ്ഫടിക സമാനമായ ഒരു സ്വർഗം നിങ്ങൾക്ക് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് സ്വഹാബത്തിനോട് ചോദിക്കാം. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിമൻ ലാനൽ കലാം വതഅമത് തആം വസല്ലാ ലില്ലാഹി വന്നാസു നിയാം. നല്ല വർത്തമാനം പറയുന്നവർ, തെറിവാക്കുകൾ പറയാത്തവർ, വൃത്തികേടുകൾ പറയാത്തവർ, നല്ല വർത്തമാനം പറയുന്ന ആളുകൾ. ഫറോവയുടെ അടുക്കലേക്ക് ചെല്ലാൻ നേരം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ള പറഞ്ഞത്, ഫറോവ മഹാധിക്കാരിയാണ്, എന്നെ പോലെ അള്ളയാണെന്ന് വാദിക്കുന്നവനാണ്, അവന് 2 വാക്കങ്ങ് കൊടുത്തിട്ട് വാടാന്നല്ല. ഫറോവ രക്ഷപ്പെടില്ലെന്ന് അള്ളാഹുവിനറിയാം. ഫറോവ നന്നാകാൻ പോകുന്നില്ലെന്നും അറിയാം. പക്ഷേ അതിന്റെ പേരിൽ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആള് മാറിപ്പോകാൻ പാടില്ല. ആ ധിക്കാരിയായ ഫറോവയോടും നല്ല വർത്തമാനം പറയണേ മൂസാ നബിയെ, ബഹുമാനപ്പെട്ട ഹാറൂൻ നബിയെ, നല്ല വർത്തമാനം പറയണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. വർത്തമാനം പറയുമ്പോ തന്നെ
അവൻ ചിലപ്പോ അള്ളാനെ ഓർത്തേക്കാം, അല്ലെങ്കിൽ അതാവൻ നിങ്ങളെ ഭയക്കുകയെങ്കിലും ചെയ്തേക്കാം. അതുകൊണ്ട് ഏതായാലും ശരി, ആ ധിക്കാരിയായ ഫറോവയോട് പോലും നല്ല വർത്തമാനം പറയണമെന്ന് പറഞ്ഞ ഖുർആൻ. അപ്പോൾ നല്ല വർത്തമാനം, സിമ്പിളായ വർത്തമാനം പറയുന്ന ആളുകൾ ലാനൽ കലാം വതഅമത് തആം, ഭക്ഷണം നൽകുന്നവരാണ് രണ്ടാമത്തെ ആളുകൾ. ഇതാ റമദാൻ മാസം വരുന്നു, നല്ലൊരവസരമാണ്. നോമ്പ് തുറപ്പിക്കാൻ ഒരവസരം, നോമ്പ് നോപ്പിക്കാൻ ഒരവസരം എന്ന് പറഞ്ഞ ആ പള്ളിയിലൊക്കെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നോമ്പ് തുറക്കാൻ ഒരുക്കി കൊടുക്കണം. മഹല്ല് കമ്മിറ്റികൾ സംവിധാനം ഒരുക്കുമ്പോൾ നിങ്ങൾ നന്നായി സഹകരിക്കണം. അതുപോലെ തന്നെ നല്ല പുണ്യമുള്ള കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ ഒരു റമദാൻ മാസത്തിൽ കടയൊക്കെ അടച്ചിട്ട് അതാ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ച് രാത്രി കാലങ്ങളിൽ വന്ന് പള്ളിയിൽ കൂടിക്കോ. എത്തിക്കാഫിന്റെ കൂലിയില്ലേ, ഒന്ന് ഖുർആൻ ഓതിയിട്ട് കഴിച്ചു കൂട്ടിക്കൂടെ. എന്നിട്ട് നാല് നല്ല മനുഷ്യന്മാരിറങ്ങട്ടെ. പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്ന ആളുകൾക്ക് നോമ്പ് നോക്കാനുള്ള ഭക്ഷണം, അത്താഴത്തിന്റെ ഭക്ഷണം, നമ്മുടെ പള്ളി ഒന്ന് ഹയാത്താകട്ടെ. ഇപ്പൊ നേരത്തെ തറാവിയൊക്കെ കഴിയും, പഴയതുപോലെ തന്നെ പള്ളി കൂട്ടി 10 മണിക്ക് ഉസ്താദും പോയി മുഅദ്ദിനും പോയി. അങ്ങനെയാകരുത്. റമദാൻ മാസമാകുമ്പോ നമ്മുടെ പള്ളി ഹയാത്താകണം. അതുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒരുങ്ങണം. രാത്രിയിൽ തറാവിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി വേണമെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് തിരിച്ചു വന്ന് പള്ളിയിൽ ഇരിക്കുക. എന്നിട്ട് പരമാവധി സമയം ഖുർആൻ ഓതുക, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലുക. കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഉറക്കം വന്നാൽ ആ ഓതോടുകൂടി ഉറങ്ങിയാലും എത്തിക്കാഫിന്റെ കൂലി നഷ്ടമല്ല. അങ്ങനെ ഈ പള്ളി ഒന്ന് ഹയാത്താക്കണേ. ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നവർ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ ഖൗഫൻ വതമആ. രാത്രിയാകുമ്പോൾ അവന്റെ വായിൽ നിന്ന്, കിടക്കയിൽ നിന്ന് പൊടി തട്ടി എഴുന്നേറ്റു. എന്തിനാണ്? ആരെയും ബോധിപ്പിക്കാനല്ല, അല്ലാഹുവിനെ ഭയന്നു. ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിൽ ആശ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ആളുകൾ അവര് മുത്തഖീങ്ങളായ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ രാത്രി മുഴുവനും അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. ബഹുമാനപ്പെട്ട സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. റമദാൻ മാസം മുഴുവനും പരിശുദ്ധമായ ഖുർആനുമായി പള്ളിയിൽ കൂടുന്ന മഹാനാണ് സുഫിയാൻ തൗരി. സുഫിയാൻ തൗരി ആരാണ്? ശാഫിഈ ഇമാമിന്റെ കാലത്ത് ജീവിച്ച ശാഫിഈ ഇമാമിനെ പോലെ തന്നെ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെ തന്നെ ഗവേഷണത്തിന് യോഗ്യനായ മഹാനായ പണ്ഡിതനാണെന്ന് ജംഉൽ ജവാമിൽ പറയുന്നില്ലേ? കസുഫിയാനൈനി, സുഫിയാൻ ഇബ്നു ഉയൈനയും സുഫിയാൻ തൗരിയും രണ്ടുപേരും ഇജ്തിഹാദിന്റെ മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെ ഉന്നത പദവിയുള്ള മഹാനാണ് സുഫിയാൻ തൗരി. അവിടുത്തെ ജീവിതം റമദാനായാൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഖുർആനിൽ തന്നെ. മഹാനായ സയ്യിദുനാ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ആരാണ്? 2 രാത്രിയിൽ കൊണ്ട് ഒരു ഖത്ം തീർത്ത മഹാനാണ് സയ്യിദുനാ സഈദ് ഇബ്നു ജുബൈർ. ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യുകയാണ്. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത വലിയ മഹാനാണ്. ചിലപ്പോൾ വിചാരിക്കും ഈ സൂഫിയാക്കന്മാര് മൗലിയാക്കന്മാര് അവർക്കൊന്നും തന്റെ ഇടമില്ല, അവർക്കൊന്നും ധൈര്യമില്ല, അവരൊക്കെ ഏതോ ഒരു ലോകത്താണ്. ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും ആളുകൾ. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ഒരു പ്രാന്തമായ സ്ഥലത്തെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ, ഭരണാധികാരിക്ക് അനുകൂലമായി സംസാരിക്കാൻ പറ്റില്ല. ഭരണാധികാരി ധിക്കാരിയായ ഭരണാധികാരി, അതുകൊണ്ട് അയാളുടെ ധിക്കാരം ലോകത്തിൽ വിളിച്ചു. അപ്പോൾ ഭരണാധികാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിട്ടു. സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. വഴിയിൽ വെച്ച് മഹാനവറുകൾ രാത്രിയായപ്പോൾ പറഞ്ഞു കൂട്ടാൻ വന്നവരോട്, നിങ്ങൾ എനിക്ക് ഈ സമയം ഒന്ന് ഒഴിഞ്ഞു തരണം, എനിക്ക് അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്യാനാണ്.
പിടിക്കാൻ വന്ന പട്ടാളക്കാർ പറഞ്ഞു, നിങ്ങൾ മുങ്ങിപ്പോയാലോ? ഞാൻ അങ്ങനെ മുങ്ങിപ്പോകുന്നില്ല, ഞാൻ എന്റെ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാനാണ്. രാത്രിയിൽ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ മുഴുവനും ഇബാദത്ത് ചെയ്തു. രാവിലെ ആയപ്പോൾ തിരിച്ചവരുടെ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് തന്നെ വന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് കൊടുക്കാൻ തോന്നണില്ല. രാജാവ് വിളിക്കുന്നത് നല്ലതിനൊന്നുമല്ല, രാജാവ് വിളിക്കുന്നത് നല്ലതിനൊന്നുമല്ല, നിങ്ങളെ കൊന്നുകളയാനാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ വെച്ചങ്ങ് പോയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ളതല്ല. രാജാവിന്റെ മുമ്പിലേക്ക് സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ വരുന്നു. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നിട്ട് രാജാവ് ചോദിച്ചു, അല്ലയോ സയ്യിദേ, നിനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, അഫ്ളലു ഖൽഖില്ലാഹ് വഅജല്ലു ഖൽഖില്ലാഹ്, ലോകത്തെ ഏറ്റവും ഉന്നതരായ നേതാവാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വലിയ മഹാനാണ്, ഖലീഫത്തു റസൂലില്ലാഹ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. ഞാൻ ഈ വിഷയം വിശദമായി സംസാരിച്ച CD വേറെ ഉള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആരാണ്? വലിയ മഹാനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വലിയ മഹാനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെയും മഹത്വം പറഞ്ഞു കൊടുത്തു. എന്നാൽ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന ഭരണാധികാരിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനിപ്പോൾ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഉടനെ തുറന്നടിച്ചിട്ട് പറഞ്ഞു, എടാ, ഫാത്തിഖു ഹുറുമാത്തില്ലാ വഖാതിലു ഔലിയാഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊല്ലുന്ന, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിഷേധിച്ച് കളയുന്ന ഭരണാധികാരിയാണ് നീ, ധിക്കാരിയാണ്. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഈ ഭരണാധികാരി കലിതുള്ളിയിട്ട് പറഞ്ഞു, അന്ത ശഖീയ് ബിൻ കസീർ. സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ധീരനായ വിജയി എന്നാണ്. അപ്പോൾ ഈ രാജാവ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു, അന്ത ശഖീയ് ബിൻ കസീർ, നീ ഭീരുവായ, നീ പരാജിതനാണ്. ഉടനെ മാനവറുകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പേര് വെച്ചത് സയ്യിദ് എന്നാണടാ. ഇത് പറഞ്ഞപ്പോ മഹാനവറുകളെ കൊല്ലാൻ അങ്ങ് കിടത്തി. ഖിബിലയ്ക്ക് നേരെ തലചരിച്ച് കിടത്തിയപ്പോ മഹാനായ സയ്യിദ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഫലനുവല്ലിയന്നക ഖിബലതൻ തർളാഹാ. ചിരിച്ചുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. അപ്പൊ ഇയാൾക്ക് സുഖിച്ചില്ല. ഇയാൾ പറഞ്ഞു, മഹാനവറുകളെ തിരിച്ചങ്ങ് കിടത്താൻ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഐനമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്, എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹു തന്നെ, എനിക്ക് ബേജാറില്ല, എന്നാൽ കമഴ്ത്തി കിടത്തിക്കോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അള്ളാന്റെ ഭൂമിയും ആകാശവും തന്നെ. ആ മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ ഇളകിയില്ല. അത്രയും വലിയ ഈമാനിന്റെ ഉടമയായ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ 2 രാത്രി കൂടുമ്പോ ഖുർആൻ ഒരു പ്രാവശ്യം ഖത്മാക്കിയ മഹാനാണ്. പിന്നീടോ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി 3 ദിവസം കൂടുമ്പോ ഒരു ഖത്മ തീർത്ത മഹാനാണ്. വകീഅ ഇബ്നുൽ ജറാഹ് എന്നവരോ ഒരു രാത്രിയിൽ ഒരു ഖത്മും 3-1 ഖുർആനും ഓതിയ മഹാനാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയേക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം ബുഖാരി തങ്ങളെന്നറിയുമോ? അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥം. ചില ആളുകൾ ചോദിക്കും, ഇത് ഖുർആനിലുണ്ടോ, അത് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നീതിമാനാണെന്ന് ഖുർആനിലുണ്ടോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നീതിമാനാണെന്ന് ഖുർആനിലുണ്ടോ? സഹീഹുൽ ബുഖാരി തെളിവാണെന്ന് ഖുർആനിലുണ്ടോ? പ്രത്യക്ഷത്തിൽ അത് കാണിച്ചു തരാൻ സാധ്യമല്ല. പിന്നെ ഇമാം ബുഖാരി അംഗീകരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ലോക മുസ്ലിങ്ങളുടെ മുഴുവനും ഏകോപനം. സഹീഹുൽ ബുഖാരി അംഗീകരിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണ്? ലോക മുസ്ലിങ്ങളുടെ മുഴുവനും ഏകോപനം. അതേ ഏകോപനം കൊണ്ട് തന്നെ ഇമാം ശാഫിഈ അംഗീകരിക്കപ്പെടേണ്ട നേതാവാണ്.
അതേ മാനദണ്ഡം കൊണ്ട് തന്നെ 4 മദ്ഹബിൽ ഒരു മദ്ഹബ് അംഗീകരിക്കേണ്ടതാണ്. അതേ പ്രമാണം കൊണ്ട് തന്നെ 4-ാമതൊരു മദ്ഹബിനെ സ്വീകരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ നീതിമാനാണെന്നതിന് തെളിവ് മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ് ഇജ്മാഉൽ ഉമ്മത്തി വൽ ഇമ്മാ. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയുടെ മകനായിരുന്നു. അതോടൊപ്പം തന്നെ വാപ്പ വലിയ മുഹദ്ദിസായിരുന്നു. വമ്പം മുതലാളിയുടെ മകനാണ്. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 7-8 ഹദീസുകൾ വാപ്പയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട് എന്ന് താരീഖ് ഇമാം ബുഖാരിയിൽ കാണാം. ആ ബുഖാരി ഇമാമിന്റെ വാപ്പ വലിയ മുതലാളിയാണ്. മകൻ എന്ത് ചെയ്തു? ആ പൈസ മുഴുവനും ഉപയോഗിച്ച് ഇൽമു പഠിച്ച് അവസാനം മഹാനവറുകൾ ഒരു യാത്രയിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചില വരെ കഴിച്ചു ജീവിച്ചിട്ടുണ്ടെന്ന് ഇമാം ബുഖാരി തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ വമ്പം മുതലാളിയും ആലിമുമായ വാപ്പയുടെ മകൻ. പക്ഷേ ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനു വേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ചപ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ ഉടമയാണ് ഇമാം ബുഖാരി. മഹാനവറുകൾ പകൽ ഒരു ഖത്മാണ്, രാത്രിയിൽ 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മാണ്. അങ്ങനെ ഖുർആൻ ഓതിയ മഹാനാണ് ഇമാം ബുഖാരി. എന്റെ ഈമാനുള്ള ജനങ്ങളെ വിനയപൂർവ്വം ഞാൻ പറയുകയാണ്, മുൻഗാമികളായ ആളുകൾ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അല്ലാഹുവിലേക്ക് അടുത്ത മഹാന്മാരായ മുൻഗാമികളുടെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിങ്കലേക്ക് ചേരാൻ വല്ല ഇബാദത്തുമുണ്ടോ? ഒരാൾ ഖുർആൻ ഓതി അങ്ങ് ജീവിച്ചാൽ അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ കൂടെ വരുന്നത് എന്താണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഇമാം ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഫീ കിതാബി മൻ ആശ ബഅദൽ മൗത്ത്, കിതാബ് മൻ ആശ ബഅദൽ മൗത്ത് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി ഇമാം സുയൂത്തി ശർഹ് സുദൂറിൽ ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട മുവർരിഖുൽ അജ്ലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഞങ്ങൾ അതാ ബോധരഹിതനായി മരണശൈലിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയി. ഫഖറജ നൂറും മിൻ റഅസിഹി ഹത്താ അതസ്തഖഫ ഫഖറഖഹു ഫമളാ ثم خرج نور من سرته حتى فعل مثل ذلك. ഞങ്ങളതാ രോഗിയായി കിടക്കുന്ന ബോധരഹിതനായി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പോയി. അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അതാ ഒരു പ്രകാശം വരുന്നു. അയാളുടെ തലയിൽ നിന്ന് പുറപ്പെട്ട് ആ പ്രകാശം അങ്ങ് മേൽക്കൂര വരെ പോകുന്നു. എന്നിട്ടോ ثم خرج نور من سرته حتى فعل مثل ذلك. അയാളുടെ പൊക്കിളിന്റെ ഭാഗത്തു നിന്നൊരു പ്രകാശം വരുന്നു. അതുപോലെ അങ്ങ് ഉത്തരം വരെ പോയിട്ട് തിരിച്ചു വരുന്നു. ثم خرج نور من رجليه حتى فعل مثل ذلك. അയാളുടെ കാൽഭാഗത്ത് നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടുകൊണ്ട് ആ റൂം മുഴുവനും വലയം ചെയ്യുന്നു. പിന്നീട് ആ രോഗശയിൽ കിടന്ന ആള് ബോധം തെളിഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഹൽ അലിംത മാ കാന മിൻക, ഇപ്പൊ സംഭവിച്ച വിഷയങ്ങളൊക്കെ നീ അറിയുമോ മോനെ? ഖാല നഅം, എനിക്കറിയാം. അമ്മൻ നൂറുല്ലദീ ഖറജ മിൻ റഅസി, എന്റെ തലഭാഗത്ത് നിന്ന് പുറപ്പെട്ട വെളിച്ചം ഏതാണെന്നറിയുമോ? അലിഫ് ലാം മീം തൻസീൽ എന്ന് തുടങ്ങുന്ന 14 ആയത്തിന്റെ വെളിച്ചമാണ്. ആ 14 ആയത്തിന്റെ വെളിച്ചമാണ് എന്റെ തലഭാഗത്ത് നിന്ന് വന്നത്. വമ്മൻ നൂറുല്ലദീ ഖറജ മിൻ സുറതി ഫായത്തുസ് സജദാ, എന്റെ പൊക്കിളിന്റെ ഭാഗത്ത് നിന്ന് വീഴുന്ന വെളിച്ചം ഏതാണെന്നറിയുമോ? അത് സജദയുടെ ആയത്താണ്. വമ്മൻ നൂറുല്ലദീ ഖറജ മിൻ റിജ്ലി, എന്റെ കാൽഭാഗത്ത് നിന്ന് വന്ന വെളിച്ചം അത് സൂറത്തു സജദയുടെ അവസാനമാണ്. ദഹബന യശ്ഫഅന ലീ,
വദഹബന യശ്ഫഅന ലീ. ആ ആയത്തു സജദയും സൂറത്തു സജദയും അതിന്റെ തുടക്കവും അവസാനവും എല്ലാം എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഒരു ലോകത്തേക്ക് പോയതാണ്. വബഖിയത്ത് തബാറക സൂറത്തുൽ മുൽക്ക് എന്റെ ബാക്കിയുണ്ട്. ഇന്ദി എന്റെ കൂടെയുണ്ട്. തഹ്റുസുനി എനിക്ക് സെക്യൂരിറ്റിയായി എന്റെ കൂടെ സൂറത്തുൽ മുൽക്കുണ്ട്. വകുന്തു അഖറഉഹുമാ കുല്ല ലൈല. സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും ഞാൻ എല്ലാ രാത്രിയിലും ഓതുന്ന ആളായിരുന്നു. അപ്പോൾ സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും എല്ലാ രാത്രിയിലും ഓതുന്നതിന്റെ കാരണത്താൽ ആ സൂറത്തുകൾ എന്റെ മരണസമയത്ത് ശഫാഅത്ത് ചെയ്യാൻ വന്നതാണ്. ദഹബന യശ്ഫഅന ലീ. എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ പോയതാണ്. സൂറത്തുൽ ബഖറ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്താണ്. സൂറത്തുൽ മാഇദ നിങ്ങളെ മുന്നോട്ട്, ആലു ഇംറാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സൂറത്താണ്. സൂറത്തു യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ്.